നിക്കാഹിനിടാനുള്ള വെളുത്ത കുപ്പായമുണ്ടല്ലോ, ഷർട്ട് വാങ്ങാൻ തയ്യൽ കടയിൽ പോയിട്ട് അതേ നാളത്തെ നിക്കാഹിന് ധരിക്കാനുള്ള ഷർട്ടും വാങ്ങി വരുമ്പോ സുബ്ഹാനല്ലാഹ് പതിയെടുക്ക ടൗണിൽ വെച്ചുകൊണ്ട് അബ്ദുസ്സമദിന്റെ അതേ ബൈക്ക് മറിഞ്ഞുപോയി. എന്തോ ആക്സിഡന്റിൽപ്പെട്ട് അബ്ദുസ്സമദിന്റെ ബൈക്ക് മറിഞ്ഞപ്പോ നാളത്തെ പുതിയ പിളയാകേണ്ട ചെറുപ്പക്കാരൻ രക്തത്തിൽ കുളിച്ച് മരണപ്പെട്ടു പോയി. കല്യാണ വീട്ടിലേക്ക് ഇതാ ദുഃഖത്തിന്റെ വാർത്ത പോകുന്നു. അബ്ദുസ്സമദ് മരിച്ചിരിക്കുന്നു. ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? പൊട്ടിച്ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെ പോലും ഇടിയേറ്റതുപോലെയായി. പെണ്ണുങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് മൈലാഞ്ചിത്തുള്ളിയിലേക്ക് വീണ മൈലാഞ്ചി പോലും കലങ്ങിയിട്ട് താഴെ വീണുപോയി. അബ്ദുസ്സമദിന്റെ വീട്ടിൽ കൂട്ടക്കരച്ചില. അബ്ദുസ്സമദിന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോ മക്കളെ ആൾക്കാർ ഡെക്കറേഷൻ ചെയ്യാൻ ചെറുപ്പക്കാരില്ല. അബ്ദുസ്സമദിന് കൊണ്ടുപോകാൻ കൊണ്ടുവന്ന വാഹനം ഏതാണെന്നറിയുമോ? പാവപ്പെട്ടവനെ കിടത്തുന്ന പണക്കാരനെ കിടത്തുന്ന ഒരേ ഒരു മയ്യത്തും കട്ടിലല്ലേ. ഇവിടെ VIP ഒരു കട്ടിലോ VVIP ഒരു കട്ടിലോ ഇല്ലല്ലോ. മയ്യത്തും കട്ടിൽ കൊണ്ടുവന്നപ്പോ ഇൻഷൂറിന്റെ ആവശ്യമില്ലാത്ത, ലൈസൻസിന്റെ ആവശ്യമില്ലാത്ത, ഡ്രൈവറുടെ ആവശ്യമില്ലാത്ത മയ്യത്തും കട്ടിലങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഓവർ കോട്ടിടുന്നതിന് പകരം 3 കഫം കുടയിലങ്ങോട്ട് പൊതിഞ്ഞ് റോയൽ സ്പ്രേ ഉപയോഗിക്കുന്നതിന് പകരം വല്യുപ്പാന്റെ പെട്ടിയിൽ നിന്നെടുത്ത ജന്നാത്തുൽ ഫിർദൗസ് അത്തർ കൊണ്ടുവന്ന് അബ്ദുസ്സമദിന്റെ ശരീരത്തിലേക്ക് അങ്ങോട്ട് തേച്ചപ്പോ ഒരുപാട് സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന 17 വയസ്സായ പെൺകുട്ടി ബോധം കെട്ട് വീടുപോയി. അബ്ദുസ്സമദിനെയും അബ്ദുസ്സമദിന്റെ കൂട്ടുകാരെയും സ്വീകരിക്കാൻ വിഭവങ്ങളാർന്ന പദാർത്ഥങ്ങൾ, ഭക്ഷണങ്ങൾ പെണ്ണിന്റെ വീട്ടിൽ ഒരുക്കി വച്ചിരിക്കുകയാ. അബ്ദുസ്സമദിന്റെ ചെറുപ്പക്കാർ അബ്ദുസ്സമദിന് മുടി ജീവിക്കൊടുക്കാനില്ല. അബ്ദുസ്സമദിന്റെ മുഖത്ത് ക്രീം തേക്കാൻ ആരുമില്ല. വയസ്സായ ആളുകൾ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് മയ്യത്തിൻ കട്ടിയിൽ കിടത്തി താജുദ്ദീൻ വടകരയുടെ പാട്ടുപാടിയിട്ട് പുതിയ പിളയ നയിക്കാൻ, അഫ്സലിന്റെ പാട്ടുപാടിയിട്ട് പുതിയ പിളയ നയിക്കാൻ ആളുകളില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൊണ്ടുപോയത് മണിയറയിലേക്കല്ല മക്കളെ, പള്ളിയിലേക്ക് കൊണ്ടുപോയി. മയ്യത്തും നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുപോയത് പെണ്ണിന്റെ വീട്ടിലേക്കല്ല, മണിയറക്ക് പകരം അബ്ദുസ്സമദിനെ മണ്ണറയിലേക്ക് കൊണ്ടുപോയപ്പോ അവിടെ ഡെക്കറേഷനുകളില്ല, തോരണങ്ങളില്ല, വിലപിടിപ്പുള്ള ബെഡുകളില്ല, ലക്ഷത്തിന്റെ കട്ടിലുകളില്ല, അമ്മായിയുടെ കയ്യിൽ നിന്ന് കുടിക്കാനുള്ള പാൽപായസമില്ല, മോതിരം കൈമാറില്ല. അമ്മോച്ചന്റെയും അളിയന്മാരെയും ഒന്നിച്ചിരുന്ന് മൂവിയിൽ പകർത്താൻ മൂവികളില്ലാതെ പതിയെടുക്ക ജുമാ മസ്ജിദിന്റെ ഇരുളുകൊണ്ട് മൂടപ്പെട്ട പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് ആ ചെറുപ്പക്കാരനായ അബ്ദുസ്സമദിനെ താഴ്ത്തിയപ്പോ അവിടെ ആരാണ് വന്നതെന്നറിയുമോ? ഇതാ ഉഖ്ബിറൽ മയ്യിത്ത്, ഒരു മയ്യിത്ത് മറവ് ചെയ്യപ്പെട്ടാൽ അതാഹു മലക്കാൻ, 2 മലക്കുകൾ അവിടെ വരുമല്ലോ. അസ്റഅത്താൻ, കോങ്കണ്ണന്മാരായ കണ്ടാൽ പേടി തോന്നുന്ന 2 മലക്കുകൾ ഖബറിലേക്ക് വരും കേട്ടോ. അബ്ദുസ്സമദിനോട് എത്ര ഇൻവിറ്റേഷൻ കാറ്റടിച്ചോ എന്ന് ചോദിക്കുന്നതിന് പകരം
എന്റെ മുമ്പിൽ ഒരുങ്ങിയിരിക്കുന്ന അടിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പെണ്ണല്ലല്ലോ മുമ്പിലുള്ളത്. രണ്ട് മലക്കുകളെയല്ലേ അബ്ദുസ്സമദ് കണ്ടിട്ടുണ്ടാവുന്നത്. അങ്ങനത്തെ കരളലയിപ്പിക്കുന്ന എത്രയെത്ര മരണങ്ങളാ ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഗൾഫുകാരൻ തന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ, പ്രഗ്നന്റ് ടെസ്റ്റ് പരിശോധിച്ചപ്പോ അതിന്റെ പ്രൂഫ് കിട്ടിയില്ല. ഗൾഫിൽ പോയി ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പ്രൂഫ് കിട്ടി, പോസിറ്റീവാണ്. നാട്ടിൽ നിന്ന് ഉപ്പ ഫോണ് വിളിക്കുന്നു, തന്റെ മകൻ ഷാർജയിലുള്ള മകന്, മോനെ നിന്റെ ഭാര്യ ഗർഭിണിയാ. സന്തോഷം കൊണ്ടാ ചെറുപ്പക്കാരൻ എന്തെന്നറിയുന്നില്ല. കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിയണ്ട, അപ്പോൾ തന്നെ ഷാർജയിൽ നിന്ന് മറ്റൊരു ഫോണ് വരുന്നു. ഉപ്പാ, നിങ്ങൾ കുറച്ചു നേരത്തെ വിളിച്ചില്ലേ, നിങ്ങളുടെ മകൻ ആർത്തടിച്ചു മരിച്ചുപോയി. അൽഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. പുണ്യ റസൂൽ പഠിപ്പിച്ചില്ലേ, ആരാണ് ബുദ്ധിമാനെന്നറിയോ? മരണത്തിന് ശേഷം റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ ഒരുക്കി വെക്കുന്ന അമലുകൾ ചെയ്തു വെക്കുന്നവനാണ് ബുദ്ധിമാൻ കേട്ടോ. വൽആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാ വതമന്നാ അലല്ലാഹിൽ അമാനിയാ. അവിവേകി ആരാണെന്നറിയോ? ബുദ്ധിയില്ലാത്തവൻ ആരാണെന്നറിയോ? കണ്ട താന്തോന്നിവാസങ്ങൾ ചെയ്തിട്ട് സ്വർഗം വേണോ, റബ്ബിന്റെ തൃപ്തി വേണോ എന്നാഗ്രഹിക്കുന്നവനാണ് അവിവേകി എന്ന് പൊള്ളു പറയാത്ത നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരണത്തെ ഓർത്താൽ അവിടുത്തെ ശരീരത്തിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുമായിരുന്നു. ബ്ലീഡിംഗ് ഉണ്ടാകും. മരണത്തെ ഓർക്കുമ്പോ ശരീരത്തിൽ നിന്ന് ചോര പോകുമായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം മരണത്തെ ഓർക്കുമ്പോ എല്ലുകൾ പൊടിഞ്ഞു പോകും.